ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മനോഫ്. നമ്മുടെ SLC ബയോളജിയിലെ കീപ്പിംഗ് ഡിസീസസ് എവേ, അതായത് അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടല്ലോ. ഈ ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് രോഗങ്ങളെ കുറിച്ച്, അതായത് പാത്തജനിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ പകരുന്ന രോഗങ്ങളും അതുപോലെ തന്നെ പകരാത്ത ചില രോഗങ്ങളുണ്ട് അല്ലേ. ഇങ്ങനെ മനുഷ്യന്മാർക്ക് ഒരുപാട് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത്തരത്തിലുള്ള രോഗങ്ങളെ കുറിച്ചും ഈ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ചില വൃത്തക്കേടുകളുണ്ട്, ആ രോഗകാരികൾ അതായത് പാത്തജൻസ് ആരൊക്കെയാണെന്നും അതുപോലെ തന്നെ ഈ രോഗങ്ങളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ള പ്രതിവിധികൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുന്നുള്ളൊരു വരി നമുക്ക് ഓരോ ലക്ഷണങ്ങളെ കാണുമ്പോൾ ഇത് എന്ത് രോഗമാണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ കൂടിയുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്റർ മൊത്തമായിട്ടൊന്നും ഞാൻ ഇവിടെ എടുക്കുന്നില്ല. ഇതിൽ നിന്ന് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില രോഗങ്ങളും പ്രത്യേകിച്ച് പാത്തജനിക് ഡിസീസ് അതായത് നമ്മുടെ പകർച്ചവ്യാധികളും അതുപോലെ തന്നെ അതിന് കാരണക്കാരായിട്ടുള്ള ചില ആളുകളുണ്ട്, അവരെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ ഒരു ടോപ്പിക്കിൽ ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 5-6 മാർക്കിന് ചോദ്യങ്ങൾ വരും. എൻ്റെ ഒരു വിശ്വാസപ്രകാരം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മക്കളെ, ഇത് കണ്ടു കഴിഞ്ഞിട്ട് കാര്യമില്ല, ഇത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് ആ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. 1 മാർക്കിനും അതേപോലെ തന്നെ 4 മാർക്കിനൊക്കെ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും മക്കളെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ മക്കളെ, നമ്മൾ നേരത്തെ പറഞ്ഞു പാത്തജൻസ് അതായത് രോഗകാരികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുതലുണ്ട്. ഇവന്മാരാണ് ഈ രോഗങ്ങൾ നമുക്ക് തരുന്നത് അല്ലേ. അവന്മാർ വെറുതെ ഇതിനായിട്ട് നടക്കുകയാണ്, രോഗങ്ങൾ പരത്താനായിട്ട് നടക്കുകയാണ്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് മനുഷ്യന്മാർക്കായാലും മൃഗങ്ങൾക്കായാലും രോഗങ്ങൾ കൊടുക്കുന്ന മെയിൻ 2 പാത്തജൻസ് രോഗകാരികളുണ്ട്. അതാരൊക്കെയാണ് മക്കളെ? അതൊന്ന് വൈറസ് ആണ് അല്ലേ, ഒന്ന് വൈറസ്, മറ്റൊന്ന് ബാക്ടീരിയ. ഈ വൈറസ് എന്ന് കേട്ടാൽ തന്നെ നമുക്ക് പേടിയാണ് അല്ലേ. നമ്മൾ ഈ നിപ്പ അതേപോലെ തന്നെ ഇങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, ഭയങ്കര, അല്ലെങ്കിൽ HIV വൈറസ് എന്നൊക്കെ കേട്ടാൽ തന്നെ ആളുകൾ പേടിച്ചു തുടങ്ങും അല്ലേ. സോ എന്തായാലും മക്കളെ, വൈറസ് ബാക്ടീരിയ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പാത്തജൻസ് രോഗകാരികൾ. ഇത് കൂടാതെ പിന്നെ ചെറിയ അളവിൽ എന്നല്ല പറയാൻ പറ്റുക, അത്യാവശ്യമൊക്കെ നമുക്ക് രോഗങ്ങൾ തരാൻ സഹായിക്കുന്ന വേറെ ചില പാത്തജൻസ് ഉണ്ട്. അതാരൊക്കെയാണെന്ന് വിചാരിച്ചാൽ ഒന്ന് ഫംഗസ് ആണ് അല്ലേ. ഫംഗൽ ഡിസീസുകളൊക്കെ നമുക്ക് വരാറുണ്ട് അല്ലേ. പിന്നെ അതേപോലെ തന്നെ മറ്റൊന്ന് പ്രോട്ടോസോവ എന്ന് പറഞ്ഞ മറ്റൊരു കുഞ്ഞനുണ്ട്. പിന്നെ വേറെ നമ്മുടെ ചില വോംസുകളാണ്, ചില വിരകൾ. ഓക്കെ, അപ്പോൾ ഇവന്മാരൊക്കെ കൂടി ചേർന്നിട്ടാണ് നമുക്ക് ഈ എല്ലാ കുഴപ്പങ്ങളും, എല്ലാ ഇടങ്ങേറുകളും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവന്മാരൊക്കെ കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡിസീസിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അല്ലേ. അപ്പോൾ എന്തായാലും മക്കളെ, നമുക്ക് എനിക്കൊക്കെ വരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന മക്കളെ, നമ്മുടെ വൈറസ് ഒരു പ്രധാനപ്പെട്ട പാത്തജൻ, നമ്മുടെ അപകടകാരിയായിട്ടുള്ള ഒരു പാത്തജനാണ് വൈറസ്. ആ വൈറസ് നമുക്ക് തരുന്ന ചില നല്ല മനോഹരമായിട്ടുള്ള രോഗങ്ങളുണ്ട്. അതേതൊക്കെ നോക്കാം. അതിൽ ഫസ്റ്റ് തന്നെ നിപ്പ. എന്ത് രസമല്ലേ കേൾക്കുമ്പോൾ നിപ്പ, നമ്മളെ കുട്ടിക്കൊക്കെ പേരിട്ട് കൊടുക്കുക അല്ലേ. എന്തായാലും മക്കളെ, ഇത് അങ്ങനെ കേൾക്കുന്ന പോലെ അത്ര രസമുള്ള സാധനമല്ല. ഒരുപാട് പേരുടെ ജീവൻ അപഹരിച്ചിട്ടുള്ള, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഡേഞ്ചറസ് ആയിട്ട് പടർന്നു പിടിച്ചിട്ടുള്ള, നമ്മുടെ നിയറസ്റ്റിലെ, നമ്മുടെ നാട്ടിൽ വരെ ഈ അടുത്ത കാലത്ത് വരെ പടർന്നു പിടിച്ചിട്ടുള്ള ഒരു രോഗമാണ് നിപ്പ. നിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ മാസ്ക് ഇട്ട് നടക്കണം, പുറത്തിറങ്ങാൻ പോലും പറ്റില്ല അല്ലേ, അത്രയും ഡേഞ്ചറാണ്. അപ്പോൾ എന്തായാലും മക്കളെ, ഇത് നമുക്ക് സമ്മാനിക്കുന്നത് ഒരു വൈറസ് ആണ്. ആ വൈറസിന്റെ പേരാണ് നിപ്പ വൈറസ്. ഓക്കെ, ഇത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അടക്കെ അപ്പോൾ മക്കൾ മെയിനായിട്ട് പഠിക്കേണ്ടത് രോഗകാരി പാത്തജൻ ആരാണെന്ന് പഠിക്കണം. അപ്പം നിപ്പ വൈറസ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത്, ഇത് എങ്ങനെ പകരാം? ഈ വൈറസ് അങ്ങനെ പറന്നു വന്നുകൊണ്ടോ അല്ലെങ്കിൽ നീന്തി വന്നുകൊണ്ടോ നമ്മുടെ ശരീരത്തിലേക്ക് കയറുകയല്ല ചെയ്യുക. ഈ വൈറസിനെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, വേറെ ചിലരൊക്കെ സഹായിക്കുന്നുണ്ട്. അതാണ് പകർച്ച. ഇത് പകരുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ത്രൂ ഫ്രൂട്ട് ഈറ്റിംഗ് ബാഡ്സ്. ഇതിനെ മെയിൻ, ഈ നിപ്പ എന്ന് പറഞ്ഞ വൈറസിനെ കെയർ ചെയ്യുന്ന മെയിനായിട്ട് വവ്വാലുകളാണ്. വവ്വാലുകൾ മാത്രമല്ല, പക്ഷെ പ്രധാനമായിട്ടും വവ്വാലുകളാണ്. രാത്രി കാലങ്ങളിൽ ഇറങ്ങുന്ന ഒരു ഭീകരനായ പക്ഷിയാണല്ലോ വവ്വാല്. കാണുമ്പോൾ ഭയങ്കര ഭീകരണം തോന്നുമെങ്കിൽ അത്ര വലിയ ഭീകരവാദിയൊന്നുമില്ല, പക്ഷെ എന്നാലും കുറച്ച് ഡേഞ്ചറാണ്. കാരണം ഈ വവ്വാലിൻ്റെ ശരീരത്തിലൊക്കെയാണ് ഈ നിപ്പ വൈറസ് കയറിക്കൂടുക. ഓക്കെ, എല്ലാ വവ്വാലിൻ്റെ ശരീരത്തിലും നിപ്പ ഇല്ല, പക്ഷേ ചില വവ്വാലുകളിലൊക്കെ ഈ നിപ്പ വൈറസ് കടന്നുകൂടി കഴിഞ്ഞാൽ, ഈ വവ്വാൽ നമുക്കറിയുന്നത് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഫ്രൂട്ട്സ് അല്ലടാ. അപ്പോൾ അതെന്ത് ചെയ്യും, ഈ ഫ്രൂട്ട്സ്, നമ്മുടെ റംബുട്ടാനൊക്കെ ഭയങ്കര വില്ലനാണ് കാര്യത്തിൽ. അപ്പോൾ എന്തായാലും പലതരത്തിലുള്ള ഫ്രൂട്ട്സുകൾ നമ്മുടെ ഇന്ന പഴമൊന്നുമില്ല കേട്ടോ. വവ്വാൽ എന്തൊക്കെ പഴങ്ങൾ കഴിക്കുന്നത്, നിപ്പ വൈറസ് ശരീരത്തിലുള്ള വവ്വാൽ എന്തൊക്കെ പഴങ്ങൾ കഴിക്കുന്നു, ആ പഴങ്ങൾ ചിലപ്പം ചില വവ്വാലുകൾ പഴത്തിൻ്റെ മേലെ ജസ്റ്റ് കടിച്ചുകാണ്ട് മാത്രം ഇടും. അപ്പോൾ അതിൻ്റെ ഉമിനീര് ആ പഴത്തിലൂടെ കിടക്കും. അപ്പോൾ ആ ഉമിനീരിലൂടെ നമ്മുടെ നിപ്പ വൈറസ് ആ പഴത്തിലേക്ക് കയറും. ആ പഴം പിന്നെ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ കടയിൽ നിന്നോ അല്ലെങ്കിൽ മരത്തുമെന്നോ നമ്മൾ വാങ്ങിയിട്ട് പറിച്ചിട്ട് കഴിക്കുന്ന സമയത്ത് ആ വൈറസ് എവിടെ കയറും, നമ്മുടെ ശരീരത്തിലേക്ക് കയറും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വില്ലനായിട്ട് വരുന്ന വവ്വാലുകളാണ് അല്ലേ. ഇനി വവ്വാലുകൾ മാത്രമല്ല, ചിലപ്പോൾ ഈ വവ്വാല് തിന്നിട്ടുള്ള പക്ഷേ എന്ത് ചെയ്യും, ഈ പഴങ്ങളൊക്കെ ചിലപ്പോൾ വല്ല ജീവികൾ, പ്രത്യേകിച്ച് പന്നികളൊക്കെ പഴങ്ങളൊക്കെ തിന്നുന്നതാണല്ലോ. അപ്പോൾ വവ്വാല് കടിച്ചിട്ട് ചപ്പിയിട്ടുള്ള വലിച്ചെറിഞ്ഞ സാധനങ്ങൾ, ഈ വേസ്റ്റായി കിടക്കുന്ന പഴങ്ങളൊക്കെ ചിലപ്പോൾ വല്ല പന്നികളെ പോലുള്ള ജീവികളൊക്കെ തിന്നും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പന്നികളെ പിന്നെ മനുഷ്യന്മാർ തിന്നുന്ന ആൾക്കാരുണ്ടല്ലോ, പന്നികളെ തിന്ന മനുഷ്യന്മാരുണ്ടല്ലേ, പന്നികൾ തിന്ന മനുഷ്യന്മാർ. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് ആ പന്നികളിലൂടെയും മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യും, ഇത് പകരും. അപ്പം നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് പാത്തജൻ നിപ്പ വൈറസ് ആണെന്ന് പഠിക്കുക. അതേപോലെ അത് എങ്ങനെയാണ് പകരുന്നത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ വവ്വാലിലൂടെയും അതേപോലെ തന്നെ ഇത് പഴങ്ങൾ കഴിക്കുന്നതിലൂടെ, പിന്നെ അതേപോലെ തന്നെ പന്നികളിലൂടെ. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക.
ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എയ്ഡ്സ് ആണ്. ഈ എയ്ഡ്സ് ഒരു വൈറൽ ഡിസീസ് ആണെങ്കിൽ പോലും നമ്മൾ കൂടുതലും ധരിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ കൂടുതലും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു ലൈംഗിക രോഗമായിട്ടാണ്. കാരണം എയ്ഡ്സ് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളിലൂടെയാണ് അല്ലേ. എന്നാൽ അങ്ങനെ മാത്രമല്ല ഇത് പകരുക. ഇപ്പോൾ ഒരു എയ്ഡ്സ് രോഗിയുടെ രക്തം നമ്മൾ എന്ത് ചെയ്യുന്നു, സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് എയ്ഡ്സ് വരാം. അതേപോലെ തന്നെ ഇപ്പോൾ അമ്മയ്ക്ക് എയ്ഡ്സ് രോഗം ഉണ്ടെങ്കിൽ ആ അമ്മയുടെ എന്താണ് ഗർഭപാത്രത്തിൽ ജനിക്കുന്ന കുട്ടിക്കും എന്ത് ചെയ്യും, ആ എയ്ഡ്സ് രോഗം പകരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ നമ്മൾ സിറിഞ്ചുകൾ, ഇപ്പോൾ ചില ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, ഒരേ സിറിഞ്ചാണ് ഇപ്പോൾ ലഹരി മരുന്ന് ഉപയോഗിക്കണൊക്കെ മക്കളുണ്ട്, ഉപയോഗിക്കരുത് കേട്ടോ. എന്തായാലും ആ സമയത്തൊക്കെ ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരേ സിറിഞ്ചുകളൊക്കെ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരും. പിന്നെ ഷേവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ബ്ലേഡുകളൊക്കെ സെയിം ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു എയ്ഡ്സ് രോഗി ഉപയോഗിച്ച ബ്ലേഡോ അല്ലെങ്കിൽ സിറിഞ്ചുകളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ബ്ലഡിലും കൂടി ടച്ച് ചെയ്യാൻ ഇടയായി കഴിഞ്ഞാൽ ബ്ലഡിലൂടെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഫ്ലൂയിഡിൽ ശരീര ദ്രവങ്ങളിലൂടെ ഇതെന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിലേക്ക് പടരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, വളരെ അത്രയും ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ എയ്ഡ്സ് പകരാനുള്ള സാധ്യതയുള്ളൂ. ശരീര ദ്രവങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണം, ചേരണം. അല്ലാതെ ഒരു എയ്ഡ്സ് രോഗിയെ ചുംബിച്ചത് കൊണ്ടോ അതല്ലെങ്കിൽ എയ്ഡ്സ് രോഗിയെ കെട്ടിപ്പിടിച്ചുകൊണ്ടോ അയാളുടെ കൂടെ ഭക്ഷണം കഴിച്ചത് കൊണ്ടോ ഒന്നും എയ്ഡ്സ് പകരില്ല. പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു എയ്ഡ്സ് രോഗിൻ്റെ അടുത്ത് അയാളുടെ അടുത്തേക്ക് പോകരുത്, അയാൾക്ക് എയ്ഡ്സ് ആണ്. അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും അയാൾ ഉപയോഗിച്ച് അയാളുടെ രക്തം നമ്മുടെ ശരീരത്തിലേക്ക് ചേരുന്ന സമയത്തോ ശരീരദ്രവം നമ്മുടെ ശരീരത്തിലേക്ക് ചേരുന്ന സമയത്തോ അതല്ലെങ്കിൽ അവരുമായി ലൈംഗിക ബന്ധം ഏർപ്പെടുന്ന സമയത്തൊക്കെ ഇത് പകരുള്ളൂ. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. പകരാത്ത സാഹചര്യങ്ങൾ നിങ്ങളുടെ ടെസ്റ്റിലുണ്ട്, അതും കൂടി ഓർത്ത് വെക്കുക കേട്ടോ. അടുത്തായിട്ട് മക്കളെ, നമ്മുടെ മറ്റൊരു വൈറൽ ഡിസീസാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള രോഗം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ലിവറിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്, ഒരു വൈറൽ ഡിസീസാണ്. ഇതിന് കാരണമാവുന്ന പാത്തജൻ എന്ന് പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് വൈറസ് എന്ന് പറഞ്ഞ ഒരു വൈറസ് ആണ്. ഓക്കെ, വൈറസ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി ഇത് സ്പ്രെഡ് ചെയ്യുന്ന എങ്ങനെയെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഭക്ഷണങ്ങൾ വളരെ മോശമായിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, മലിനമായിട്ടുള്ള, അതേപോലെ തന്നെ രക്തത്തിലൂടെയും രോഗി ഇത് ഓൾറെഡി പകർന്നിട്ടുള്ള രോഗിയുടെ വിസർജ്യങ്ങളിലൂടെ. അപ്പോൾ വൃത്തികെട്ട സാഹചര്യങ്ങളിലൂടെ പകരുന്ന ഒരു സാധനമാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് മനസ്സിലാക്കുക. കരളിനെയാണ്, ലിവറിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. പിന്നെ ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വിചാരിച്ചാൽ കരൾ വീങ്ങും. അതുപോലെ പിത്തരസത്തിലെ ബിലിറൂബിൻ, അതായത് ബിലിറൂബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പിത്തരസം എന്ന് പറഞ്ഞാൽ ബൈൽ, അതായത് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്രവമാണ്. അപ്പോൾ പിത്തരസത്തിലെ ഒരു പിഗ്മെന്റ് ആണല്ലോ ബിലിറൂബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സാധനം. അത് എന്ത് ചെയ്യും, ബ്ലോക്ക് ആവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടേക്ക് എന്ത് സംഭവിക്കും, രക്തത്തിൽ കലരുന്ന കാരണം, ഈ ബിലിറൂബിൻ രക്തത്തിൽ കലരുന്ന കാരണം കണ്ണിലും നഖത്തിനും ശ്ലേഷ്മസ്തരത്തിനൊക്കെ നമുക്ക് എന്ത് സംഭവിക്കും, ശ്ലേഷ്മസ്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെംബ്രെയിൻ, മ്യൂക്കസ് മെംബ്രെയിൻ, ഇതിനൊക്കെ നമുക്കൊരു മഞ്ഞ കളർ കാണാം. ഇതാണ് പ്രധാന ലക്ഷണം, നമുക്ക് പ്രകടമായിട്ട് നമുക്ക് കാണുന്നതാണ്. ഈ കണ്ണിലൊക്കെ ഒരു മഞ്ഞ കളർ കാണാം. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഹെപ്പറ്റൈറ്റിസിന്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ തന്നിട്ട് ഏതാ രോഗം എന്ന് ചോദിക്കാം. അതേപോലെ ചിലപ്പോൾ നേരെ രോഗത്തിന്റെ പേര് എന്നിട്ട് അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ പല രീതിയിൽ ചോദിക്കട്ടോ. ചിലപ്പോൾ നാഷണൽ ഫോളോയിങ് ഒക്കെ ചോദിക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ഓരോന്നിന്റെയും രോഗലക്ഷണങ്ങൾ മക്കൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. നിങ്ങൾ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ഈ മുതലില്ലേ, മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ ഉണ്ട് ഈ മുതൽ. കാണാനൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു ഫ്രൂട്ടിനൊക്കെ മാറിയിട്ടില്ലേ. പക്ഷേ ഇതാണ് നമ്മുടെ ഡേഞ്ചറസ് വൈറസ്, എയ്ഡ്സ് ഉണ്ടാക്കുന്ന വൈറസ്, HIV വൈറസ് എന്ന് പറയും, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലേ. അപ്പോൾ ആ സാധനം അതിന്റെ ഫുൾ നെയിം ഒക്കെ ചിലപ്പോൾ ചോദിച്ചോടായില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ എയ്ഡ്സിന്റെ ലക്ഷണം സിംറ്റംസ് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. എയ്ഡ്സ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഡെഫിഷ്യൻസി, നമ്മുടെ പ്രതിരോധ ശേഷി മൊത്തം കണ്ട് പോകും. ഈ പ്രതിരോധ ശേഷി പോയി കഴിഞ്ഞാൽ, റെസിസ്റ്റൻസ് പവർ അങ്ങോട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏത് രോഗവും നമുക്ക് വരാം. ഏത് രോഗം വന്നാലും രോഗം മാറില്ല. ഒരു ചെറിയ പനി വന്നാൽ പോലും അത് എന്ത് കഴിച്ചു കഴിഞ്ഞാലും മാറില്ല. അവസാനം ഇങ്ങനെ പല രോഗങ്ങൾ വന്നിട്ടാണ് നമ്മൾ അടിമപ്പെട്ട് മരിക്കുക അല്ലേ. അപ്പോൾ എന്തായാലും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഡിസീസാണ്. ഈ പിക്ചർ ഒന്ന് മനസ്സിലാക്കി വെച്ചുകൊണ്ട് ചിലപ്പോൾ ഈ പിക്ചറൊക്കെ തന്നിട്ട് ഇത് ഏത് വൈറസ് ആണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കട്ടോ. നമ്മൾ പ്രധാനപ്പെട്ട വൈറൽ ഡിസീസുകൾ പഠിച്ചു. ഇനി അടുത്ത വില്ലനാണ് ബാക്ടീരിയ അല്ലേ. അപ്പോൾ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു പ്രൊക്കാരിയോട്ടാണ്. പ്രൊക്കാരിയോട്ട് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഇല്ലാത്ത സാധനമാണ്. ഇതൊക്കെ വൺ വേർഡ് ആയിട്ട് ചിലപ്പോൾ വരട്ടെ, ഓർത്ത് വെക്കണേ. ഓക്കെ, ഇനി ഈ ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം നമുക്ക് ഒരുപാട് രോഗങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട 1-2 രോഗങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ എലിപ്പനി, റാറ്റ് ഫീവർ ആണ്. റാറ്റ് ഫീവറിന് നമ്മൾ ലെപ്റ്റോസ്പൈറോസിസ് എന്നൊരു പേര് കൂടി കൊടുത്തിട്ടുണ്ട്. അത് വേറെ ഒന്നുകൊണ്ടല്ല, ഈ ബാക്ടീരിയൽ ഡിസീസ്, അതായത് നമ്മുടെ ഈ റാറ്റ് ഫീവർ ഉണ്ടാക്കുന്ന വൈറസിന്റെ പേര് തന്നെ ലെപ്റ്റോസ്പൈറ എന്നാണ്. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കണം. ഇതൊക്കെ നിങ്ങൾ സ്പെല്ലിംഗ് കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചോണ്ടിട്ട് ജസ്റ്റ് എഴുതുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പേരിൽ പോകും. അപ്പോൾ എന്തായാലും ഈ വൈറസ് ആണ് ഇതിന്റെ പാത്തജൻ എന്ന് മനസ്സിലാക്കുക, രോഗകാരി. ഇനി ഇത് സ്പ്രെഡ് ചെയ്യുന്നത് എലിമൂത്രത്തിലൂടെയാണ് പ്രധാനമായിട്ടും. ഓക്കെ, പ്രധാനമായിട്ടും എലിമൂത്രത്തിലൂടെ ആയതുകൊണ്ട്, റാറ്റിന്റെ യൂറിനിലൂടെ ആയതുകൊണ്ടാണ് ഇതിനെ എലിപ്പനി എന്ന് പറയുന്നത്. എന്ന് വിചാരിച്ച് എലികൾ മാത്രമല്ല ഇത് സ്പ്രെഡ് ചെയ്യുക. എലികളുമായിട്ട് ഡയറക്റ്റ് സമ്പർക്കം വരുന്ന ചില ജീവജാലങ്ങളൊക്കെ ഉണ്ട്, പൂച്ചകളായാലും അതേപോലെ പട്ടികളായാലൊക്കെ. ചിലപ്പോൾ ഇതിന്റെയൊക്കെ സ്രവം, ഈ എലികളിലൂടെ അതിന് പകരം അതിലൂടെ അതിന്റെ സ്രവങ്ങളിലും ഈ പറഞ്ഞിട്ടുള്ള വൈറസ് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ആ ജീവികളുടെ സ്രവങ്ങളിലൂടെയും ഇത് മനുഷ്യനിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് പകരാന്ന് പറഞ്ഞാൽ ഇത് കുടിച്ച് വിചാരിച്ചിട്ട് നമ്മൾക്ക് എന്തെങ്കിലും എലിപ്പനി വരാനൊന്നും സാധ്യതയില്ല. ഇത് മെയിനായിട്ട് നമ്മുടെ ബ്ലഡിലൂടെയാണ് പകരുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മുറിവുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിലൂടെ നമ്മുടെ ബ്ലഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, വൈറസ് എത്തിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഡേഞ്ചറാണ്. അത് നമ്മുടെ ശരീരത്തിൽ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാക്കും. എന്തൊക്കെ സിംറ്റംസ് ആണ് ഇത് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. സോ
സിംറ്റംസ് പറയുന്നത് ഒന്ന് സിവിയർ ഫീവർ, ഭയങ്കര ശക്തമായിട്ടുള്ള പനി നമുക്കുണ്ടാവും, പിന്നെ ഹെഡേക്ക് തലവേദന ഉണ്ടാവും, അതുപോലെ തന്നെ മസിൽ പെയിൻ പേശികളൊക്കെ ഭയങ്കര വേദന ഉണ്ടാവും, പിന്നെ റെഡ്നെസ് ഇൻ ഐസ് ഏറ്റവും എലിപ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ്, ഇത് ഓർത്ത് വെക്കണം. കണ്ണുകളൊക്കെ നല്ല ചുവന്ന് ഭീകരജീവിയെ പോലെ ഉണ്ടാവും അല്ലേ. സോ ഇന്റേണൽ ബ്ലീഡിംഗ് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. കാരണം ഈ എലിപ്പനി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വൈറസ് നമ്മുടെ ഇന്റേണൽ നമ്മുടെ കാപ്പിലറീസിനൊക്കെ നമ്മുടെ ചെറിയ ചെറിയ ഞരമ്പുകളൊക്കെ പണിയാക്കും. അങ്ങനെ ആ ഞരമ്പുകളൊക്കെ പൊട്ടി ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാവും, ആന്തരിക രക്തസ്രാവം ഉണ്ടാവും. അത് കാരണമാണ് നമ്മുടെ കണ്ണുകളിലൊക്കെ റെഡ്നെസ് ഒക്കെ വരുന്നത്. സോ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മക്കളെ പണി കിട്ടും, ലാസ്റ്റ് തട്ടിപ്പോകും. ഓക്കെ, ഇതൊക്കെ ക്യൂർ ചെയ്യണമെങ്കിൽ നമ്മൾ ഏർലി സിംറ്റംസ് കണ്ടു ഉടനെ തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആന്റിബയോട്ടിക്കുകളൊക്കെ ഉപയോഗിക്കണം. എന്നാലേ ഇതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് മാറ്റാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി മക്കളെ അടുത്ത ഡിസീസ് നമ്മുടെ ഡിഫ്തീരിയ എന്ന് പറഞ്ഞൊരു മുതലാണ്. ഈ ഡിഫ്തീരിയ ഉണ്ടാക്കുന്ന പാത്തജൻ രോഗകാരി എന്ന് പറഞ്ഞാൽ കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. നല്ല മനോഹരമായ പേരുകളാണ് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്, പക്ഷെ ഒക്കെ ഡേഞ്ചർ ആണെന്ന് മനസ്സിലാക്കുക. ഇനി ഇത് പകരുന്ന എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഇത് ബാധിച്ചിട്ടുള്ള ആളുകളിൽ ചുമ, തുമ്മല് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ തുമ്മുന്ന സമയത്തൊക്കെ സ്രവങ്ങൾ പുറത്തേക്ക് വരുമല്ലോ. അപ്പോൾ അത് ശ്വസിക്കുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യും, പകരും. അപ്പോൾ പെട്ടെന്ന് പകരുന്ന രോഗമാണ് ഡിഫ്തീരിയ എന്ന് മനസ്സിലാക്കുക. ഇനി ലക്ഷണങ്ങൾ പനി, തൊണ്ടവേദന, നമുക്കറിയാം ഒരുവിധം എല്ലാ രോഗങ്ങൾക്കും വരുന്ന കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ആണ് ഈ പനിയൊക്കെ അല്ലേ. പിന്നെ കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളിൽ വീക്കം, ഓക്കെ, ചെറിയൊരു വീക്കം ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ തൊണ്ടയിൽ കട്ടിയേറിയ ചാരനിറമുള്ള ആവരണം രൂപപ്പെടും. ഓക്കെ, അത് മനസ്സിലാക്കുക. അതായത് ഒരു മ്യൂക്കസ് മെംബ്രെയിൻ ബിക്കംസ് ആഷ് കളേർഡ് തിക്ക് കോട്ടിംഗ് എന്ന ത്രോട്ട്. ആ ഒരു പോയിന്റാണ് മെയിനായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഓരോന്നിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ നോട്ട് ചെയ്താൽ തന്നെ ലക്ഷണം തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഏത് രോഗമാണെന്ന് മനസ്സിലാക്കി വെക്കാൻ കഴിയും കേട്ടോ. ഇനി മക്കളെ പൊതുവെ ഒരുപാട് ആളുകൾക്ക്, പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾക്കാണ് ഇത് കൂടുതൽ വരാറുള്ളത്. എന്നാലും എല്ലാവർക്കും വരാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് ക്ഷയരോഗം എന്ന് പറയും, ട്യൂബർക്കുലോസിസ്. കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആണെന്ന് തോന്നും, പക്ഷെ കുറച്ച് ഡേഞ്ചർ ആണ് സംഗതി. സോ ഇത് പരത്തുന്നത് മൈക്രോ ബാക്ടീരിയ ട്യൂബർക്കുലോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രോഗമാണ്, ഒരു ബാക്ടീരിയ ആണ്. സോ വായുവിലൂടെയാണ് പ്രധാനമായിട്ടും ഇതെന്ത് ചെയ്യുന്നത്, പകരുന്നത്. വായുവിലൂടെ എന്ന് പറഞ്ഞാൽ ഈ രോഗബാധിതനായിട്ടുള്ള ആൾ എപ്പോഴും ഇങ്ങനെ ചുമക്കാനൊക്കെ സാധ്യതയുണ്ട്. ആ ചുമക്കുന്ന സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഇത് പകരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. സോ ഇത് ബാധിക്കുന്നത് മെയിനായിട്ട് ശ്വാസകോശങ്ങൾ. നമ്മൾ വായുവിലൂടെ പകരുന്നതുകൊണ്ട് തന്നെ നമ്മൾ വലിച്ചു കയറ്റുമ്പോൾ നേരെ ഡയറക്റ്റ് ലങ്സിലേക്കാണ് ഇത് ബാധിക്കുക. പിന്നെ വൃക്കകൾ, അസ്ഥികൾ, സന്ധികൾ, തലച്ചോറ്, ഇതിനെയൊക്കെ ഇത് സീരിയസ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ ബ്രെയിനിനെ വരെ ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ബാധിക്കുന്ന സ്ഥലങ്ങൾ കിഡ്നി, ബോൺ ജോയിൻസ്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ വീക്കാക്കുന്ന ഒരു രോഗമാണ് ഈ ട്യൂബർക്കുലോസിസ് അല്ലെങ്കിൽ ക്ഷയം. ഇനി ഇതിന്റെ സിംറ്റംസ്, ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് നമുക്ക് പിടിച്ചു ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അതിന്റെ സിംറ്റംസ് കാണിച്ചു തുടങ്ങിയാൽ തന്നെ പിന്നെ നമുക്ക് ഭക്ഷണമൊന്നും ഇങ്ങനെ കഴിക്കാനില്ല, വിശപ്പ് കുറവുണ്ടാവും, സ്വാഭാവികമായിട്ടും നമുക്ക് ബോഡിയൊക്കെ വീക്കായി തുടങ്ങും. അപ്പോൾ ഒന്ന് ഭാരക്കുറവ് അനുഭവപ്പെടും, ക്ഷീണം ഉണ്ടാവും, സ്ഥിരമായിട്ട് ചുമ ഉണ്ടാവും. അതായത് ഈ ക്ഷയരോഗികൾ അല്ലെങ്കിൽ ട്യൂബർക്കുലോസ് രോഗികളുടെ വീട്ടിൽ പട്ടിനെ വളർത്തണ്ടെന്നാണ് പറയുക, കാരണം എപ്പോഴും ചുമച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും മക്കളെ ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം. ഇനി ഇതിനൊക്കെ ചികിത്സ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ബാക്ടീരിയൽ ഡിസീസിനൊക്കെ ഏറ്റവും നല്ല പരിഹാരം എന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക് തന്നെയാണ്. അപ്പോൾ അത് തുടക്കത്തിലെ കൃത്യമായിട്ടുള്ള ആന്റിബയോട്ടിക്കുകൾ, ഓരോ രോഗത്തിനും കൃത്യമായിട്ടുള്ള ആന്റിബയോട്ടിക്കുകൾ ഉണ്ടാവും. കൃത്യമായ ഡോസേജിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തുടക്കത്തിൽ എന്ത് ചെയ്യും, മാറ്റിയെടുക്കാൻ പറ്റും. ഇനി ഇത് ഈ രോഗം വന്നതിന് ശേഷം ആന്റിബയോട്ടിക് വെക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ല നമുക്ക് പ്രതിരോധമാണ്. അപ്പോൾ BCG കുത്തിവയ്പ്പുകൾ, വാക്സിൻ കൊടുക്കുന്നതാണ് ഇതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ വെച്ചിട്ടില്ലേ വെച്ചോണ്ടിട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത രോഗത്തിലേക്ക് പോവാം. ഇനി അടുത്ത മക്കളെ നമ്മുടെ ബാക്ടീരിയയും വൈറസിനൊക്കെ പോലുള്ള മറ്റൊരു വില്ലനാണ് പ്രോട്ടോസോവ. പ്രോട്ടോസോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരു പാത്തജൻ, അതായത് നമ്മുടെ രോഗകാരിയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ നേരത്തെ ബാക്ടീരിയ ഒരു പ്രൊക്കാരിയോട്ട് ആണെന്ന് പറഞ്ഞു. അതായത് ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ നമ്മുടെ കോശമർമ്മം അല്ലെ, മർമ്മമില്ലാത്ത ഈ ചെറിയ സൂക്ഷ്മജീവികൾക്കാണ് നമ്മൾ എന്തെന്ന് പറയുക, പ്രൊക്കാരിയോട്സ് എന്ന് പറയുക. എന്നാൽ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള പ്രോട്ടോസോവ ഒരു യുക്കാരിയോട്സ് ആണ്. യുക്കാരിയോട്സ് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ഇങ്ങനെ തരും, ആദ്യൊരു ഹിന്റ് തരും, ബാക്ടീരിയ പ്രൊക്കാരിയോട്ട്, എന്നിട്ട് അപ്പുറത്ത് പ്രോട്ടോസോവ തരും, എന്നിട്ട് ഡാഷ് ഇടും. അപ്പോൾ മക്കൾ മനസ്സിലാക്കുക പ്രോട്ടോസോവ യുക്കാരിയോട്ട് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്, നോട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് പലതരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നു മനസ്സിലാക്കുക. ഇനി ഈ പ്രോട്ടോസോവ നമുക്ക് ഒരുപാട് രോഗങ്ങൾ പകർന്നു തരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും നല്ല പ്രിയപ്പെട്ട പ്രോട്ടോസോവക്ക് ഏറ്റവും പ്രിയപ്പെട്ട രോഗമാണ് മലമ്പനി. ഓക്കെ, കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഈ രോഗം നമുക്ക് തരുന്നത്, ഈ പ്രോട്ടോസോവൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. അതിൽ തന്നെ പ്ലാസ്മോഡിയം സ്പീഷീസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രോട്ടോസോവയാണ്. സോ അത് സ്പ്രെഡ് ചെയ്യുന്നത് മൂപ്പര് ഒറ്റയ്ക്ക് വരില്ല, മൂപ്പരൊക്കെ കയ്യും കാലൊന്നും ഇല്ല, ഒരു പറഞ്ഞൊന്നും വരില്ല. മൂപ്പര് എന്താ ചെയ്യുക വെച്ചാൽ ചില ജീവികളുടെ ശരീരത്തിൽ പിടിച്ച് നിൽക്കുക. അങ്ങനെ ഈ പ്രോട്ടോസോവയെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ചങ്ങായിയാണ് അനോഫിലസ് മോസ്കിറ്റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊതുക്. പെൺകൊതുകാണ്, അല്ലെങ്കിൽ ഈ പെൺപിള്ളേർ എല്ലായിടത്തും പ്രശ്നം. ഓക്കെ, അപ്പോൾ അനോഫിലിസ് പെൺകൊതുക് എന്ന് പറഞ്ഞ ഒരു കൊതുകിലൂടെയാണ് മക്കളെ ഈ ഒരു ബാക്ടീരിയ ഈ ഒരു ബാക്ടീരിയയുടെ ഈ ഒരു പ്രോട്ടോസോവ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. ഇതിന്റെ സിംറ്റംസ്, ഈ രോഗം നമ്മളിലേക്ക് വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം കാണിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വിചാരിച്ചാൽ ഹൈ ഫീവർ, നല്ല പനി ഉണ്ടാവും. ഓക്കെ, പിന്നെ ഷിവറിങ്, നന്നായിട്ട് വിറയ്ക്കാൻ തുടങ്ങും, അടിപൊളിയായിരിക്കും അല്ലേ. പിന്നെ പ്രൊഫ്യൂസ് സ്വെറ്റിംഗ് ആർ മേജർ സിംറ്റംസ്, അതായത് നല്ല വിയർപ്പ്, പ്രൊഫ്യൂസ് സ്വെറ്റിംഗ് എന്നാണ്, അമിതമായിട്ടുള്ള വിയർപ്പുകൾ ഉണ്ടാവും. ഇതൊക്കെയാണ് ലക്ഷണം. പിന്നെ അതുകൂടാതെ പിന്നെ സ്വാഭാവികമായിട്ടും ഇത് അത്രയും അറ്റ്മോസ്റ്റ് സിറ്റുവേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തലവേദന, ഛർദ്ദി, വയറിളക്കം ഇതൊക്കെ തുടങ്ങും. ഇതെല്ലാം കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് മലേറിയ അല്ലെങ്കിൽ എന്താണ് മലമ്പനിയാണ്. അപ്പോൾ അതിന് നമ്മൾ എടുക്കേണ്ട എന്താണ് ഈ നോക്കേണ്ടത്, ഈ പ്രോട്ടോസോവയെ
നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള അതിൻ്റേതായിട്ടുള്ള മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ രോഗം മാറുള്ളൂ. അപ്പോൾ ഓരോന്നിനും ആ രോഗകാരികൾ ആരാണെന്ന് തിരിച്ചറിയാതെ നമുക്ക് മെഡിസിൻസ് ഉപയോഗിക്കാനില്ല. എല്ലാത്തിലും പനിയാന്ന് വിചാരിച്ചാൽ നമ്മൾ പാരസെറ്റമോളൊക്കെ വാങ്ങി കഴിക്കും. ആ പരിപാടിക്ക് ഒഴിവാക്കാനും കൂടിയാണ് ഈ ചാപ്റ്റർ തരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ പനിയും വന്നു കഴിഞ്ഞാൽ പാരസെറ്റമോളൊന്നും കഴിക്കാറില്ല. അപ്പോൾ ഓരോ രോഗവും ഓരോ ലക്ഷണങ്ങളാണ്. ലക്ഷണങ്ങൾ കണ്ടിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ അതിനുള്ള മെഡിസിൻ ഉപയോഗിക്കാൻ. ഇനി മക്കളെ അടുത്തത് ഫൈലേറിയൽ വോം എന്നാണ്. ഫൈലേറിയൽ വിര, ഞാൻ പറഞ്ഞു വിരകളും ഒരു പാത്തജൻസ് ആണല്ലേ വോംസ്. അപ്പോൾ അത്തരത്തിലുള്ള ഫൈലേറിയൻ വിര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ട്. അതുണ്ടാക്കുന്ന ഒരു രോഗമാണ് മന്ത്. അപ്പോൾ ഈ വിരയും നമ്മുടെ ശരീരത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പാഞ്ഞ് കയറുന്നില്ല. അത് അച്ചങ്ങായി പോകണം, എൻ്റെ കാൽമക്ക് ഞാൻ കയറട്ടെ എന്ന് പറഞ്ഞിട്ട് കയറുന്നില്ല. ഇതും എന്ത് ചെയ്യും, ഇത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് കൊതുകുകളിലൂടെയാണ്. അപ്പോൾ ഈ കൊതുക്, ഈച്ച ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ബാക്ടീരിയനും വൈറസിനും അതേപോലെ ഇമ്മറുള്ള വോംസിനൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വവ്വാലിനെ പോലെ തന്നെ കൊതുക്, ഈച്ച ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ടല്ലേ ഈ വെള്ളം കെട്ടിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കണം തന്നെ. അപ്പോൾ ഈ കൊതുക് ചുമ്മാ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ കയറുമ്പോൾ കുത്തിക്കട എന്നൊന്നും പറഞ്ഞ് നിൽക്കണ്ട. ഇതിലൊക്കെ പല കൊതുകുകളും ഭയങ്കര ഡേഞ്ചറാണ്. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ പറഞ്ഞ രണ്ട് കൊതുകുകൾ, ഒന്ന് ഏതാ അനോഫിലിസ് എന്ന് പറഞ്ഞ പെൺകൊതുക്, മറ്റൊന്ന് ക്യൂലക്സ് എന്ന് പറഞ്ഞ കൊതുക്. ഈ ക്യൂലക്സ് എന്ന് പറഞ്ഞ കൊതുകാണ് മക്കളെ മന്ത് വരുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് വരാനുള്ള സാധ്യത കൂടുതലാണ്. ക്യൂലക്സ്, മന്ത്, അതേപോലെ തന്നെ അനോഫിലസ്, മലമ്പനി. അത് രണ്ടും ഓർത്ത് വെക്കണം. ചിലപ്പം അതും നേരത്തെ പറഞ്ഞാൽ മാച്ച് ചെയ്യാനൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി ഇതിന്റെ സിംറ്റംസ് നമുക്കറിയാം. മന്ത് വന്നു കഴിഞ്ഞാൽ അതിൽ ഒരു ഇതെല്ലാവർക്കും കുറെ കാലം ഇങ്ങനെ വീർക്കൂലേ. ആ വീർക്കാനുള്ള കാരണം ലിംഫ് വാഹികളിൽ അല്ലേ, ഇവിടെ കണ്ടോ ലിംഫ് വാഹികളിൽ ഈ വിരകൾ എന്ത് ചെയ്യും, ഈ വിരകൾ ഇങ്ങനെ തങ്ങി ഇങ്ങനെ നിന്നിട്ട് അവസാനം ആ ലിംഫിന്റെ പ്രവാഹം തടസ്സപ്പെടുത്തും. ആ പ്രവാഹം തടസ്സപ്പെടുത്തുമ്പോൾ എവിടെയാണോ അത് തടസ്സപ്പെടുന്നത് ആ സ്ഥലം ഇങ്ങനെ വിൽക്കും. ഓക്കെ, അത് സാധാരണ ഏറ്റവും കൂടുതൽ ഉണ്ടാവാറുള്ള കാലുകളാണ്. കാലുകൾ തന്നെ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ കാലുകളാണ് ഇത് കൂടുതൽ നമ്മൾ കണ്ടുവരാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ കണ്ടില്ല നിങ്ങൾ പിക്ചർ ഇങ്ങനെ വീങ്ങി വരുന്നത് അല്ലേ. സോ ഇതാണ് മന്തിന്റെ ലക്ഷണം. അടുത്ത മക്കളെ ജനറ്റിക് ഡിസീസ്, അതായത് ജനിതക രോഗങ്ങളാണ്. അതായത് പ്രത്യേകിച്ച് ഒരു പുറത്തുനിന്ന് ഒരു പാത്തജൻ വന്നിട്ട് പരത്തുന്നതല്ല, പകരം നമുക്ക് ജീനുകളിലൂടെ ജനറ്റിക് ആയിട്ട് നമുക്ക് നമ്മളെ പാരമ്പര്യമായിട്ട് പകർന്നു കിട്ടുന്ന ചില രോഗങ്ങളുണ്ട് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അച്ഛനമ്മമാരിൽ നിന്നോ അതല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും നമ്മുടെ അടുത്ത് കിടക്കുന്ന ജനറ്റിക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളിൽ നിന്നൊക്കെ നമുക്ക് പകർന്നു കിട്ടുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. അതിൽപ്പെട്ട ചില പ്രധാനപ്പെട്ട രോഗങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഹീമോഫീലിയ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞാൽ പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുമ്പോൾ കുഴപ്പം തോന്നില്ല, പക്ഷേ കുറച്ച് ഡേഞ്ചറാണ് കാര്യങ്ങൾ. അതായത് ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യാത്തൊരവസ്ഥ എന്നൊക്കെ പറയാം. ചില ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ചെറിയ സൂചി കൊണ്ട് നമ്മളൊന്ന് കുത്തിയാൽ പോലും പിന്നെ ആ മുറിയോടെ ഉണങ്ങാൻ കുറേ പ്രയാസമുണ്ട്. രക്തം ഒരുപാട് സാധാരണ നമുക്കൊരു ഒരു സൂചി കൊണ്ട് നമ്മളെ കുത്തിക്കഴിഞ്ഞാൽ ചെറിയ അല്ലെങ്കിൽ ഒരു പിന്നെടുത്ത് കുത്തിക്കഴിഞ്ഞാൽ ചെറിയൊരു തുള്ളി രക്തം, 1-2 തുള്ളി രക്തേ പോവുള്ളൂ. അതപ്പം തന്നെ നമ്മൾ ക്ലോട്ട് ആവും. പക്ഷേ ഈ ക്ലോട്ടാക്കുന്ന ആളുകളാണ് ഹീമോഗ്ലോബിൻ ഒക്കെ അല്ലേ. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വിചാരിച്ചാൽ നമ്മുടെ ഈ രോഗം ഹീമോഫീലിയ എന്ന് പറഞ്ഞ രോഗമുള്ള ആളുകൾക്ക് ആ ഹീമോഗ്ലോബിൻ പെട്ടെന്ന് എന്തെങ്കിലും രക്തത്തെ കട്ട പിടിപ്പിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, അത് ആ രക്തം ഇങ്ങനെ കുറേ നമുക്ക് സാധാരണക്കാരന് പോകണമെങ്കിൽ കുറേ പോകും. അപ്പോൾ അവർക്ക് വലിയൊരു മുറിവൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആൾ പെട്ടെന്ന് രക്തം മാറുന്ന മരിക്കാനൊക്കെ കാരണമാവില്ലേ. അപ്പോൾ വളരെ കെയർ ചെയ്യേണ്ട രോഗികളാണ് ഈ ഹീമോഫീലിയ രോഗികൾ. അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രത്യേക ഒരു സംഘടനകളൊക്കെ ഉണ്ട്. ഈ രോഗം ബാധിച്ച വളരെ അപൂർവമായിട്ടുണ്ടാകുന്ന രോഗമാണ്. വളരെ കുറച്ച് ആളുകൾക്ക് ഈ രോഗം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾ അത്രയും കെയർ ആയിട്ട് വേണം നമ്മൾ നോക്കാൻ. കാരണം അവർക്ക് വീഴ്ചയോ എന്തെങ്കിലും മുറിവുകളോ ഒന്നും പറ്റാൻ നോക്കണം. ഇങ്ങനെ അഥവാ അവർക്ക് എന്തെങ്കിലും മുറിവൊക്കെ പറ്റുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളൊക്കെ നമ്മൾ എക്സ്ട്രാ അവർക്ക് കൊടുക്കേണ്ടി പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ അപകടത്തിന് രക്ഷപ്പെടുത്താനൊക്കെ ഉള്ളൂ. അപ്പോൾ ഭയങ്കര റിസ്ക് ഉള്ള ഒരു സാധനമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചുതരാം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് വൈകല്യം സംഭവിക്കുന്നതിനാൽ അത്തരം പ്രോട്ടീനുകളുടെ ഉൽപ്പാദനം തകരാറിലാവുകയും ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാവുകയും ചെയ്യുന്ന രോഗാവസ്ഥയാണ്. ഓക്കെ, ഇനി തകരാറിലായ പ്രോട്ടീൻ ഏതെന്ന് കണ്ടെത്തി അത് കുത്തിവെച്ച് താൽക്കാലിക ശമനം ഉണ്ടാക്കുന്നതാണ് രോഗികൾക്ക് പ്രധാന. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ നമുക്ക് എന്തായാലും ഇല്ല. ജനറ്റിക് ഡിസീസിനൊക്കെ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ റിസ്ക് ആണ്. അപ്പോൾ താൽക്കാലികമായിട്ട് നമുക്ക് എക്സ്ട്രാ ഈ പ്രോട്ടീൻ ഏത് പ്രോട്ടീനാണ് കുറവുള്ളത് ആ പ്രോട്ടീനുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് താൽക്കാലികമായിട്ട് മാറ്റാൻ മാത്രമേ പറ്റുള്ളൂ. ഈ മക്കളെ അടുത്ത രോഗം എന്ന് പറഞ്ഞാൽ അടുത്തൊരു ജനറ്റിക് ഡിസീസാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, ഈ സിക്കിൾ എന്ന് പറഞ്ഞാൽ അരിവാളല്ലേ, അതായത് നമ്മുടെ രക്തത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ സാധനം അല്ലേ. ഇതിൽ അതായത് നമ്മുടെ ചുവന്ന രക്താണുക്കൾ ഇങ്ങനെയുള്ള ചില സാധനങ്ങളിലെ വെളുത്ത രക്താണുക്കളൊക്കെ ക്ഷേത രക്താണുക്കൾ അല്ലേ. അപ്പോൾ ഈ റെഡ് ബ്ലഡ് സെല്ല് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ള ഹീമോഗ്ലോബിന് ഒരു അരിവാളിൻ്റെ ഷേപ്പിലേക്ക് മാറുന്ന ഒരു പ്രോസസ്സാണ് സിക്കിൾ സെൽ അനീമിയ. അപ്പോൾ നമുക്കറിയാം ഈ ഹീമോഗ്ലോബിനാണ് നമ്മുടെ രക്തത്തിലേക്ക് ഓക്സിജനൊക്കെ അബ്സോർവ് ചെയ്തുകൊണ്ട് നമ്മുടെ രക്തത്തിൽ രക്തം കട്ടപിടിക്കാനും ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ സഹായിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ ഈ ഹീമോഗ്ലോബിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ് സിക്കിൾ സെൽ അനീമിയ. ഹീമോഗ്ലോബിൻ്റെ ഷേപ്പിനെ അങ്ങോട്ട് മാറ്റും, ഘടന ഒരു അരിവാളിൻ്റെ രൂപത്തിലേക്ക് മാറ്റും. നിങ്ങൾക്ക് ഒരു പിക്ചറിൽ കണ്ടോ ഹീമോഗ്ലോബിൻ നേരെ എന്താവുകയാണ് ഒരു അരിവാളിനെ പോലെ അല്ലേ, ഇവിടെ ചന്ദ്രകലൻ്റെ മാതിരിയാണ്. എന്തായാലും അങ്ങനെയാണ് ആളുകൾ പറയുന്നത്, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞാൽ. ഇതും ജനറ്റിക് ആയിട്ട് വരുന്നതാണ്. ഞാൻ വായിച്ചുതരാം. ജീനുകൾക്കുണ്ടാകുന്ന വൈകല്യം അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തിൽ മാറ്റം വരുത്തുന്നതിനാൽ ഹീമോഗ്ലോബിന്റെ ഘടനയിൽ വ്യത്യാസം വരികയും. ഓക്കെ, ഹീമോഗ്ലോബിന്റെ ശരിക്കും ഒരു ബിൽഡിംഗ് ബ്ലോക്ക്, ഹീമോഗ്ലോബിൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ അമിനോ ആസിഡ്. ആ അമിനോ ആസിഡിന്റെ ഘടനയിലാണ് മാറ്റം വരുന്നത്. സ്വാഭാവികമായിട്ടും ആ മാറ്റം ഈ ബിൽഡ് ചെയ്യുന്ന സാധനത്തിന് മാറ്റം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന സാധനത്തിന് മാറ്റം വരുമല്ലോ. അതാണ്. അപ്പോൾ അമിനോ ആസിഡുകൾക്ക് മാറ്റം വരുന്നതിനനുസരിച്ച് ഈ ഹീമോഗ്ലോബിന്റെ മാറ്റം വരും. അങ്ങനെ അരുണരക്താണുക്കൾ എന്ന് പറഞ്ഞാൽ റെഡ് ബ്ലഡ് സെൽസ് എന്ത് ചെയ്യും, അരിവാള് പോലെ ആയിത്തീരും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീമോഗ്ലോബിന്റെ ഷേപ്പ് തന്നെ മാറുന്നു, മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇങ്ങനെ ഹീമോഗ്ലോബിന്റെ ഈ ഷേപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഈ ചുവന്ന രക്താണുക്കളുടെ ഷേപ്പ് മാറുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവർക്ക് ഓക്സിജൻ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുന്നതാണ് ഒരു പ്രശ്നം. അപ്പോൾ ഈ രക്തത്തിൽ ഓക്സിജൻ
ഇങ്ങനെ അബ്സോർബ് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ മക്കൾക്ക് അറിയല്ലോ. ഇനി അത് മാത്രമല്ല, ഇത് ശരിക്കും ഇങ്ങനെ ഉരുണ്ട് നിൽക്കുമ്പോൾ ഇപ്പോൾ ഒരു പന്ത് ഉരുട്ടിയിട്ട് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് പോകില്ലേ, അങ്ങനെ നിങ്ങൾ ഇമാജിൻ ചെയ്താൽ അത് കറക്റ്റ് അങ്ങനെ അല്ലെങ്കിലും അപ്പോൾ ഇതിന്റെ ഷേപ്പ് മാറുന്നതുകൊണ്ട് ഇത് രക്തത്തിലൂടെ കറക്റ്റായിട്ട് മൂവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ ചെറിയ കാപ്പിലറീസ് ഒക്കെ ഉള്ള ചെറിയ രക്തക്കോരുകളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള സ്ഥലത്ത് ഈ അരിവാളുടെ ഷേപ്പുള്ള ഈ സാധനം ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതവിടെ തടസ്സപ്പെടാനും നമുക്ക് രക്തത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഫ്ലോ നിൽക്കാനൊക്കെ എന്ത് ചെയ്യും, കാരണമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അസുഖമാണ് ഇത് സിക്കിൾ സെൽ അനീമിയ. ഇന്ന് ഏറ്റവും കൂടുതലായിട്ട്, അതായത് നമുക്കറിയാം ശരിക്കും ഒരു 100-ൽ 10 പേർക്കെങ്കിലും കണ്ടുവരുന്ന ഒരു ഡിസീസാണ് ക്യാൻസർ എന്ന് പറയും. കാരണം ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് പടർന്ന് പന്തലിക്കുന്ന ഒരു ജീവിതശൈലി രോഗം എന്നും പറയാം, ജനറ്റിക് ഡിസീസ് എന്ന് പറയാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന രോഗമാണ് ക്യാൻസർ. ഇത് ജനറ്റിക്കിന്റെ പരിധിയിൽ പെടുന്ന എന്താണെന്ന് വിചാരിച്ചാൽ ക്യാൻസർ വരാനുള്ള ഒരു സാധ്യത, ഒരു ചെറിയൊരു സാധ്യത ജനറ്റിക് ആയതുകൊണ്ട്, ജനിതകമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ജീനുകളിലൂടെയും ഇത് പകരുന്നുണ്ട്. പക്ഷേ ജീനുകളുടെ പകർച്ച മാത്രമല്ല, നമ്മുടെ ജീവിതശൈലിയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വില്ലൻ. പ്രത്യേകിച്ച് നമ്മൾ മോശമായിട്ടുള്ള ഭക്ഷണങ്ങൾ, നമ്മൾ ഈ ജങ്ക് ഫുഡുകളൊക്കെ ഉണ്ടല്ലോ, പുറത്ത് ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്നവ അല്ലെങ്കിൽ വീട്ടിൽ നിന്നായാലും വളരെ മോശമായിട്ടുള്ള ഭക്ഷണം, എണ്ണ കലർത്തിയ ഭക്ഷണങ്ങൾ, പൊരിച്ച ഭക്ഷണങ്ങൾ, ഇങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമില്ലാത്ത കുറേ സെല്ലുകൾ ഡെവലപ്പ് ആവും. അങ്ങനെ ആ സെല്ലുകൾ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെയാണ് ഇത് ക്യാൻസർ സെല്ലുകളായിട്ട് മാറുന്നതും അത് നമ്മുടെ ശരീരത്തെ മൊത്തം നശിപ്പിക്കുന്നതും അല്ലേ. അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത സെല്ലുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംഭവം മനസ്സിലാക്കിയത്, കോശങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ക്യാൻസർ എന്ന് മനസ്സിലാക്കുക. അത് പല ടൈപ്പ് ഉണ്ട്, ബ്ലഡിലും അതേപോലെ തന്നെ സ്കിന്നിലും അതേപോലെ നമ്മുടെ പല ശരീരത്തിൽ ഇന്റേണൽ ഓർഗൻസിലും എക്സ്റ്റേണൽ ഓർഗൻസിലും ഒക്കെ നമുക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. പലതും പല ടൈപ്പാണ്. ചിലത് പെട്ടെന്ന് നമുക്ക് മരണകാരണമാവും, ചിലത് വളരെ സ്ലോലി നമ്മളെ കൊല്ലും, എന്തായാലും കൊല്ലുട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ക്യാൻസറിന് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന വേറെ ചില മാറ്റങ്ങളുണ്ട്. എന്താണ് പുകവലി, ഇങ്ങനെയൊക്കെയുള്ള ഡ്രഗുകളുടെ ഉപയോഗം അല്ലേ. പുകവലി മാത്രമല്ല ഡ്രഗുകളുടെ ഉപയോഗം. അപ്പോൾ പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ, നമ്മൾ കെമിക്കൽസ് ഒക്കെ ഉപയോഗിക്കുന്ന ഫലമായിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത പല സെല്ലുകൾ നമ്മുടെ ശരീരത്തിൽ ഡെവലപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. അത് ഡേഞ്ചറാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്താൽ, നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയിട്ട് ആരോഗ്യകരമായിട്ടുള്ള ചുറ്റുപാടിലേക്ക് നമ്മുടെ ജീവിതം മാറ്റിയാൽ തന്നെ ക്യാൻസറിന്റെ പിടിയിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഗോ ബൈ അല്ലേ, അതിനെ കൊണ്ട് പറഞ്ഞയക്കുക, ബൈ ബൈ പറയാം. അതേപോലെ തന്നെ നല്ല നല്ല ഫുഡുകൾ കഴിക്കുക, നല്ല വ്യായാമങ്ങൾ ചെയ്യുക അല്ലേ. അത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസറിനൊക്കെ തടയാൻ പറ്റും. ഇനി ക്യാൻസറിനുള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഏർലി സ്റ്റേജിൽ ചികിത്സിക്കുന്നതാണ് ഇതിന്റെ ബെറ്റർ. കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഈ സെല്ലുകൾ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് 3rd 4th സ്റ്റേജുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ വിരളമാണ്. അപ്പോൾ ഏർലി സ്റ്റേജിൽ ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കീമോതെറാപ്പി ഒക്കെ പോലുള്ള ചികിത്സകളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് മാറ്റാൻ പറ്റും. അപ്പോൾ ഇവിടെ ശസ്ത്രക്രിയ, രാസചികിത്സ, പിന്നെ വികിരണ ചികിത്സ, അതായത് സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളിലൂടെ നമുക്ക് ഈ ക്യാൻസറിനെ ഫലപ്രദമായിട്ട് തുടക്കത്തിലെ കണ്ടു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും. ഓക്കെ, നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള, നമുക്ക് പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള, കുരുത്തക്കേട് കളിച്ചാൽ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ചില രോഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ആ രോഗങ്ങളെക്കുറിച്ചും രോഗങ്ങൾ പകർത്തുന്ന പാത്തജൻസിനെ കുറിച്ചും അതേപോലെ തന്നെ അതിന്റെ സിംറ്റംസ്, ലക്ഷണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ചില രോഗങ്ങളുടെ പ്രതിവിധികളെ കുറിച്ച് പഠിച്ചു. അപ്പോൾ എന്തായാലും മക്കളെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് 1 വേർഡ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യനോ, അതും അല്ലെങ്കിൽ 4 മാർക്കിനൊക്കെ മാച്ച് ദ ഫോളോയിങ്ങോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വരും. അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യം വന്നിരിക്കും, അത് 100% ഉറപ്പാണ്. അപ്പോൾ മക്കളെ എന്തായാലും കുത്തിരുന്ന് പഠിച്ചോളി. വീണ്ടും വീഡിയോ ഒന്നും കൂടി കാണുക, എന്നിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.